നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾക്കിടെയാണ് ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിൽ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. വൈകിട്ടാണ് കൂടിക്കാഴ്ച നടക്കുക. വൈകിട്ട് പ്രധാനമായി സംസ്ഥാനത്തിൻ്റെ ഭരണതലത്തിലുള്ള കാര്യങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയിൽ നിന്നും അതോടൊപ്പം തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ, അതിൽ നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുയർന്ന തർക്കങ്ങൾ, ഇതടക്കമുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ചോദിച്ചറിയും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഏതൊക്കെ തരത്തിലാണ്, അതുമായി ബന്ധപ്പെട്ട് പതിവായി എല്ലാ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും നടത്താറുള്ള ഒരു അവലംബിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഏത് ഫോഴ്സിനെ ഏത് തരത്തിൽ എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യണം, പ്രശ്നബാധിത ബൂത്തുകൾ എത്രയുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് തേടുന്നത് പതിവാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും അത്തരം വിശദാംശങ്ങൾ തേടും. 3 പേരിൽ നിന്നായിട്ടായിരിക്കും, അതായത് പ്രധാനമായി DGP, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് സെക്രട്ടറി, ഇവരിൽ നിന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണം നടത്തുക. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ ഡൽഹിയിൽ തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുക. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് മാർച്ച് ആദ്യവാരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ അന്തിമ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അതിൽ 2.69 കോടി ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ 9 ലക്ഷം പേരാണ് പുറത്തു പോയിരിക്കുന്നത്. ആ 9 ലക്ഷം പേരിൽ എത്ര പേർക്ക് ഇനി പട്ടികയിലേക്ക് വരാം, അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക, അവരുടെ തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനകൾ യഥാക്രമം പൂർത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെച്ച ആശങ്കകളും വിമർശനങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കും അതിൽ അവസാന പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഇനി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കാണാനുള്ള സാധ്യതയുണ്ടോ? അത്തരം ഒരു നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടോ? ഒപ്പം തന്നെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നേരത്തെ പ്രതീക്ഷിച്ചതിലും അല്പം നീണ്ടുപോയേക്കുമെന്ന സൂചന കൂടി പുറത്തു വരുന്നുണ്ടോ?